ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. യഥാസ്ഥാനപ്പെടുക എന്നുള്ള തലക്കെട്ടിൽ ദൈവവചനം ധ്യാനിക്കുവാനും പഠിക്കുവാനും കഴിഞ്ഞ നാളുകളിൽ ദൈവത്തിന്റെ ആത്മാവ് നമ്മെ സഭയായി സഹായിച്ചുകൊണ്ടിരിക്കുന്നു. ദൈവം ചെയ്ത എല്ലാ നന്മകൾക്കായിട്ടും ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. യഥാസ്ഥാനപ്പെടുക എന്ന് നാം പറയുമ്പോൾ യഥാസ്ഥാനപ്പെടേണ്ടതിൻ്റെതായ ആവശ്യകത ദൈവമക്കൾക്ക് വന്നു എന്നുള്ളത് നാം തിരിച്ചറിയേണ്ട കാര്യമാണ്. എന്തുകൊണ്ടാണ് ദൈവം അവരെ ആക്കിയ സ്ഥാനത്ത് നിന്ന്, അല്ലെങ്കിൽ നമ്മെ ആക്കിയ സ്ഥാനത്ത് നിന്ന് മാറിപ്പോകേണ്ടി വന്നത് എന്ന് ചോദിച്ചാൽ നാം കണ്ടു, അത് അവരുടെ അല്ലെങ്കിൽ നമ്മുടെ പാപങ്ങൾ നിമിത്തമാണ്. ആ പാപം ചെയ്തതുകൊണ്ട് അവർക്ക് എത്ര ഭയാനകമായ അനുഭവമാണ് ഉണ്ടായത്. നമുക്കും അങ്ങനെ തന്നെയുള്ള ഭയാനകതകളിലേക്ക് പോകുവാനുള്ള സാധ്യത പാപം നമ്മിലും സംഭവിച്ചാൽ ഉണ്ടാകും എന്നുള്ള കാര്യങ്ങൾ നമ്മൾ കണ്ടതാണ്. അവർ ചെയ്തതായിരിക്കുന്ന പാപം, പലതരത്തിലുള്ളതായിരിക്കുന്ന പാപങ്ങൾ അവരുടെ ജീവിതത്തിൽ വന്നു എങ്കിലും പിതാക്കന്മാർ യഥാസ്ഥാനത്വം ആവശ്യമെന്ന നിലയിൽ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുമ്പോൾ പ്രധാനമായിട്ടും ആ പിതാക്കന്മാരുടെ പ്രാർത്ഥനയിൽ അവർ ഓർത്ത വാക്കുകൾ, ഞങ്ങൾ നിന്റെ വചനം പ്രമാണിച്ചില്ല എന്നുള്ള ആ വലിയ കുറ്റസമ്മതമാണ് അവർ നടത്തുന്നത്. അപ്പോൾ അത് നമുക്കും ഓർക്കുവാനായിട്ട് അത് കഴിഞ്ഞു. അപ്പോൾ ദൈവ കൽപ്പനയുടെ ലംഘനമാണ് അവർ ചെയ്തതായ പാപത്തിൽ പ്രാധാന്യമർഹിക്കുന്ന കാര്യം എന്ന് നമുക്ക് കാണുവാൻ കഴിയും. ആ ലംഘനത്തിന്റെ വിവിധങ്ങളായ വശങ്ങളെ നമുക്ക് കാണുവാനായിട്ട് സാധിച്ചു. കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ കണ്ടതുപോലെ നാം ഈ ദൈവത്തിന്റെ കൽപ്പനകൾ ലംഘിക്കേണ്ടവരാണോ? അത് നാം പ്രമാണിക്കേണ്ടവരല്ലേ? അത് നാം പ്രമാണിക്കണമെങ്കിൽ, അല്ലെങ്കിൽ പ്രമാണിക്കേണ്ടവരാണ് എന്നതിന്റെ പ്രാധാന്യത എന്താണ്? നാം കഴിഞ്ഞ ആഴ്ചയിൽ ഓർത്തതുപോലെ നമ്മെ ദൈവം ഒരു പ്രത്യേക ജനമായിട്ട്, ശ്രേഷ്ഠതയേറിയ ഒരു ജാതിയായിട്ട് ദൈവം നമ്മെ കണ്ടിരിക്കുന്നു. നമ്മോട് ഏറ്റവും അടുത്തിരിക്കുന്നവനായിട്ട് ദൈവം നമ്മോട് കൂടെ ഉണ്ട്. അതുകൊണ്ട് തന്നെ ദൈവത്തിന്റെ മഹത്വവും അവന്റെ ശക്തിയും അവന്റെ ശിക്ഷയും അവന്റെ കരത്തിന്റെ ബലവും എല്ലാം തന്നെ നാം കണ്ടവരാണ്, നാം അറിഞ്ഞവരാണ്, അനുഭവിച്ചവരാണ്. അതുകൊണ്ട് ഈ ദൈവകൽപ്പനയെ ലംഘിച്ചു പോകുവാൻ ഒരിക്കലും നമുക്ക് ഇടയാകാൻ പാടുള്ളതല്ല. കാരണം അത്രത്തോളം ദൈവത്തിന്റെ കരങ്ങൾ, ദൈവത്തിന്റെ ശിക്ഷകൾ, ദൈവത്തിന്റെ സർവാധികാരം, ഇതൊക്കെ നമ്മൾ ജീവിതത്തിൽ കഴിഞ്ഞ നാളുകളിൽ അനുഭവിച്ചവരാണ്. അതുകൊണ്ട് ഈ ദൈവ കൽപ്പനകൾ നാം ഒരു കാരണവശാലും അത് ലംഘിക്കുവാൻ പാടുള്ളതല്ല എന്ന പാഠമാണ് കഴിഞ്ഞ ആഴ്ചയിൽ നമുക്ക് ധ്യാനിക്കുവാനായിട്ട് സാധിച്ചത്. ഇന്നതിന്റെ മറ്റൊരു ആശയത്തിലേക്ക് ഞാൻ വരികയാണ്. യോശുവയുടെ പുസ്തകം 24-ാം അധ്യായം, അതിന്റെ 1 മുതൽ 12 വരെയുള്ളതായ വാക്യങ്ങൾ, പിന്നീട് അതിന്റെ താഴേക്കുള്ള ആ ഒരു അധ്യായം മുഴുവനുമായിട്ട് ചില കാര്യങ്ങൾ നമുക്ക് ഒന്ന് ധ്യാനിക്കുവാൻ തക്കവണ്ണം ആവശ്യമുണ്ട്. ആ അധ്യായം നമ്മൾ വായിച്ച് മനസ്സിലാക്കുമ്പോൾ എന്തുകൊണ്ട് നിങ്ങൾ ദൈവത്തിന്റെ കൽപ്പനകളെ അനുസരിക്കണം എന്നുള്ളതിന്റെ ഒരു ഉത്തരം നമുക്ക് അവിടെ കാണുവാനായിട്ട് കഴിയും. അവിടെ അതിന് ഒരു തലക്കെട്ടായിട്ട് കൊടുക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നത് ഇങ്ങനെയാണ്: ദൈവത്തിൽ നിന്ന് അനുഗ്രഹങ്ങൾ അനുഭവിച്ചവർ നിശ്ചയമായിട്ടും അവന്റെ കൽപ്പനകൾ പ്രമാണിക്കേണ്ടവരാണ്. ദൈവത്തിൻ്റെതായ അനുഗ്രഹങ്ങൾ അനുഭവിച്ചതായിരിക്കുന്ന ദൈവത്തിന്റെ മക്കൾ, അവർ നിർബന്ധമായിട്ടും ദൈവകൽപ്പനകൾ പ്രമാണിക്കണം. എന്താണ് അങ്ങനെ പറയാനുള്ളതായ കാരണം?
ദൈവം അവർക്ക് നൽകാത്ത അനുഗ്രഹങ്ങളില്ല. അർഹമായിരിക്കുന്ന അനുഗ്രഹങ്ങളല്ല, അർഹിക്കാത്തതായ എത്രയോ വലിയ അനുഗ്രഹങ്ങളാണ് ഇസ്രായേൽ മക്കൾക്ക് അനുഭവിക്കുവാൻ തക്കവണ്ണം സ്വർഗത്തിലെ ദൈവം നൽകിയത്. ഇതൊക്കെ അനുഭവിച്ച് തൃപ്തി പ്രാപിച്ചു കഴിഞ്ഞിട്ടും ഈ ദൈവത്തിന്റെ കൽപ്പനകളെ അവർ ലംഘിക്കുന്നു എന്ന് വരുന്നത് എത്രയോ വലിയ പാപമാണ്. നമ്മോടുള്ള ബന്ധത്തിൽ നമുക്കും അറിയാവുന്ന കാര്യമാണ്. എഫേസ്യ ലേഖനം 1:3 നമ്മൾ വായിക്കുന്നുണ്ട്, സ്വർഗത്തിലെ സകല ആത്മീക അനുഗ്രഹങ്ങളാലും നമ്മെ ക്രിസ്തുവിൽ അനുഗ്രഹിച്ചിരിക്കുന്നുവെന്നാണ്. അപ്പോൾ അതിനപ്പുറത്തെ ഒരു അനുഗ്രഹം നമുക്ക് എവിടെ നിന്നാണ് കിട്ടുക? സ്വർഗത്തിലെ ദൈവം തന്റെ പുത്രൻ മുഖാന്തരം എല്ലാ അനുഗ്രഹങ്ങളും നമുക്ക് തന്നിരിക്കെ അവന്റെ കൽപ്പനകളെ പ്രമാണിക്കാതിരിക്കുവാനുള്ള കാരണം എന്താണ്? ഏത് കാര്യത്തിനു വേണ്ടിയാണ് ഈ ദൈവത്തിന്റെ കൽപ്പനകൾ നമ്മൾ ലംഘിക്കുന്നത്? യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായത്തിൽ കർത്താവ് പറഞ്ഞു, ഞാൻ സാക്ഷാൽ മുന്തിരിവള്ളിയും നിങ്ങൾ കൊമ്പുകളുമാകുന്നു. ആ മുന്തിരിവള്ളിയാകുന്ന കർത്താവിൽ വസിക്കുന്നതായ ഒരു കൊമ്പിനെ സംബന്ധിച്ച് അവൻ അതിൽ പരിപൂർണനാണ്, തൃപ്തനാണ്. അതിനപ്പുറത്ത് അവൻ എന്താണ് പിന്നെ വേണ്ടിയത്? ഇവൻ പാപം ചെയ്യുന്നു, അല്ലെങ്കിൽ ലംഘനം ചെയ്യുന്നു, ദൈവവചനത്തിന് ലംഘനം കാണിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? എന്തിനാണ് അവൻ ലംഘിക്കുന്നത്? അതിനപ്പുറത്തുള്ളത് ആഗ്രഹിക്കുമ്പോഴാണ്, അല്ലേ? ദൈവം നൽകുന്നതായ അനുഗ്രഹങ്ങളെ അത് പോരാ എന്ന് വെച്ചുകൊണ്ട് വഴിമാറുമ്പോഴാണ് അത് ലംഘനമായിട്ടും പാപമായിട്ടും മാറുന്നത്. എന്നാൽ എന്റെ ദൈവം എനിക്ക് തരുന്നത് മതി, അവൻ എനിക്ക് വേണ്ടി അനുഗ്രഹങ്ങളെല്ലാം അതാത് സമയങ്ങളിൽ നൽകിയിട്ടുണ്ട്, ഇനിയും നൽകുവാൻ അവന്റെ കരത്തിൽ ഉണ്ട് എന്ന ആ ബോധ്യം ഒരു ദൈവ പൈതലിൽ ഉണ്ടെങ്കിൽ അവന് ദൈവകൽപ്പന ലംഘിച്ച് ദൈവത്തിന് മുമ്പാകെ പാപം ചെയ്യേണ്ട ഒരു അവസ്ഥ അവന് വരികയില്ല. ഇന്ന് നമുക്ക് സംഭവിക്കുന്ന പരാജയം, നാം പാപം ചെയ്യുന്നു എങ്കിൽ അതിന്റെ കാരണം എന്താണ്? ദൈവം എന്നെ അനുഗ്രഹിച്ച ഈ അനുഗ്രഹങ്ങളിൽ ഞാൻ തൃപ്തനല്ല, എനിക്ക് അതിനപ്പുറത്തും ചില കാര്യങ്ങൾ ആവശ്യമുണ്ട്. അങ്ങനെ വരുമ്പോഴാണ് കൽപ്പനകളെ ലംഘിക്കുവാൻ ദൈവത്തിന്റെ മക്കളായി നാം നിർബന്ധിതരാകുന്നതും ദൈവകൽപ്പനകളെ ലംഘിക്കുന്നതും ദൈവമാക്കിയ സ്ഥാനത്ത് നിന്ന് നഷ്ടമായി പോകുന്നതും തിരികെ വരേണ്ടതായ അവസ്ഥ വരുന്നതും. അത് നമ്മുടെ മനസ്സിൽ ഉണ്ടാകട്ടെ. ഇസ്രായേൽ മക്കളോട് യോശുവ അവിടെ വിവരിക്കുമ്പോൾ 24-ാം അധ്യായത്തിന്റെ 1 മുതൽ 12 വരെയുള്ളതായ വാക്യങ്ങൾ വായിക്കുമ്പോൾ, നിങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടവരാണ്, അതുകൊണ്ട് നിങ്ങൾ അവന്റെ കൽപ്പനകളെ പ്രമാണിക്കേണ്ടതാണ്. ഞാൻ ഒരു വാക്ക് ആദ്യം പറഞ്ഞിട്ട് ഞാൻ ആദ്യത്തിലേക്ക് വരാം, എന്ന് പറഞ്ഞ അധ്യായത്തിന്റെ ആരംഭത്തിലേക്ക് വരാം. 14-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നു, യോശുവയുടെ പുസ്തകം 24:14, ആകയാൽ നിങ്ങൾ യഹോവയെ ഭയപ്പെട്ട് അവനെ പരമാർത്ഥതയോടും വിശ്വസ്തയോടും കൂടെ സേവിക്കണം. ആകയാൽ, അപ്പോൾ അതിന് കാരണമുണ്ട്. വെറുതെ നിങ്ങൾ ദൈവത്തെ സേവിക്കണം, ദൈവകൽപ്പന പ്രമാണിക്കണം, ദൈവത്തെ അനുസരിക്കണമെന്നല്ല ദൈവം പറയുന്നത്. അതിന്റെ പിന്നിൽ ദൈവത്തിൻ്റെതായ അനുഗ്രഹങ്ങൾ നമുക്ക് തന്നുകൊണ്ടാണ് ദൈവം പറയുന്നത്, നിങ്ങൾ എന്ത് ചെയ്യണം? എന്നെ സേവിക്കണം, എന്റെ വചനം നിങ്ങൾ പ്രമാണിക്കണം. അതിന്റെ 24-ാം അധ്യായത്തിന്റെ 3-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, എന്നാൽ ഞാൻ നിങ്ങളുടെ പിതാവായ അബ്രഹാമിനെ നദിക്കക്കരെ നിന്ന് കൊണ്ടുവന്നു കനാൻ ദേശത്തൊക്കെയും സഞ്ചരിപ്പിച്ച് അവന്റെ സന്തതിയെ വർദ്ധിപ്പിക്കുകയും അവന് യിസ്ഹാക്കിനെ കൊടുക്കുകയും ചെയ്തു. അവർക്ക് ലഭിച്ചതായ നന്മകളുടെ, അനുഗ്രഹങ്ങളുടെ ഒരു പട്ടിക ദൈവം യോശുവ മുഖാന്തരം ആർക്ക് നൽകുകയാണ്? ഇസ്രായേൽ ജനത്തിന് നൽകുകയാണ്. ഇന്ന് അവർ നിൽക്കുന്നത് നമുക്കറിയാം, കനാൻ ദേശത്താണ്. യോശുവ മുഖാന്തരം ദൈവം വാഗ്ദത്തം ചെയ്തിരുന്നത് പോലെ തന്നെ എന്ത് ലഭിച്ചിരിക്കുന്നു? അവർക്ക് ദേശമെല്ലാം വിഭാഗിച്ച് അവരവർക്ക് ലഭ്യമായിരിക്കുന്നു. തങ്ങൾ വിതയ്ക്കാത്തതായ നിലത്ത് നിന്ന് അവർ കൊയ്യുന്നു, തങ്ങൾ പണിയാത്ത വീടുകളിൽ അവർ പാർക്കുന്നു. അനേകമായ അനുഗ്രഹങ്ങൾ അനുഭവിച്ച ജനം നിൽക്കുമ്പോൾ അവരെ ദൈവത്തിന്റെ ആത്മാവ്
യോശുവ മുഖാന്തരം ചില കാര്യങ്ങൾ അവരെ ഓർമ്മപ്പെടുത്തുകയാണ്. എന്ത്? നിങ്ങൾ നദിക്കക്കരെ നിന്ന് നിങ്ങളുടെ പിതാവായ അബ്രാഹാമിനെ കൊണ്ടുവന്നു. അതിന്റെ 4-ാമത്തെ വാക്യം നമ്മൾ വായിക്കുമ്പോൾ, എന്നാൽ യാക്കോബും അവന്റെ മക്കളും മിസ്രയീമിലേക്ക് പോയി. അതിന്റെ കാരണവും നമുക്കറിയാം. അവിടെ അവർ പാർത്തിരുന്ന ദേശത്തുണ്ടായ ക്ഷാമം അവരെ മിസ്രയീമിലേക്ക് പോകുവാനുള്ള അവസരമുണ്ടായി. അതെല്ലാം ദൈവം അബ്രാഹാമിനോട് നേരത്തെ പറഞ്ഞിരുന്നതായ ആ പ്രമാണം അനുസരിച്ചാണ് അത് സംഭവിച്ചത് എന്നുള്ളതും നമുക്കറിയാം. അങ്ങനെ എന്നാൽ 5-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ, മിസ്രയീമിൽ ഞാൻ പ്രവർത്തിച്ച പ്രവൃത്തികളാൽ അതിനെ ബാധിച്ചു, അതിന്റെ ശേഷം നിങ്ങളെ പുറപ്പെടുവിച്ചു. അപ്പോൾ അബ്രാഹാമിനെ നദിക്കക്കരെ നിന്ന് കൊണ്ടുവന്നു, നിങ്ങൾ മിസ്രയീമിലേക്ക് പോകേണ്ടി വന്നു, അവിടെ നിന്നും ഞാൻ നിങ്ങളെ മോശെ മുഖാന്തരം വീണ്ടും പുറപ്പെടുവിച്ചു. എന്നിട്ട് അതിന്റെ താഴെയുള്ള വാക്യങ്ങളിൽ പിന്നത്തേതിൽ മിസ്രയീമരോട് ദൈവം ചെയ്തതായ കാര്യങ്ങൾ, അതുപോലെ യോർദാൻ അക്കരെ പാർത്തിരുന്നതായ ശത്രുക്കളോട് ദൈവം ചെയ്തതായ കാര്യങ്ങൾ, ആ മരുഭൂമി യാത്രയിൽ ആ ദൈവമക്കൾ നേരിടേണ്ടി വന്നതായിരിക്കുന്ന വിവിധങ്ങളായ പരീക്ഷകൾ, എന്നാൽ അവിടെയെല്ലാം തന്നെ നമ്മൾ വായിക്കുന്നത് ദൈവത്തിന്റെ വിടുതൽ അവർക്കുണ്ടായി എന്നുള്ളതാണ്. 11-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ, പിന്നെ നിങ്ങൾ യോർദാൻ കടന്ന് യെരിഹോവിലേക്ക് വന്നു. അവിടെ നാം വായിക്കുന്നത് യെരിഹോ നിവാസികൾ അമോര്യർ, പെരിസ്യർ, കനാന്യർ, ഹിത്യർ, ഗിർഗസ്യർ, ഹിവ്യർ, എബ്യൂസ്യർ എന്നിവർ നിങ്ങളോട് യുദ്ധം ചെയ്തു, ഞാൻ അവരെ നിങ്ങളുടെ കയ്യിൽ ഏൽപ്പിച്ചു. അപ്പോൾ ദൈവം അവർക്ക് വേണ്ടി ചെയ്തതായ ഏതാണ്ട് എത്രയോ നീണ്ട വർഷത്തെ, അബ്രാഹാമിനോട് പറയുമ്പോൾ ദൈവം പറയുന്നത് 420 വർഷത്തെ ഒരു കണക്കാണ്. നീണ്ട വർഷങ്ങൾ ദൈവം അവർക്ക് ചെയ്തതായ അത്ഭുതങ്ങളുടെ ഒരു വിവരണം തന്നെ ദൈവം നൽകുകയാണ്. തലമുറകൾ എത്ര കഴിഞ്ഞു അല്ലേ? തലമുറകൾ കഴിഞ്ഞു. ഇത് നമ്മോടുള്ള ബന്ധത്തിൽ നമ്മൾ ചിന്തിക്കേണ്ട കാര്യമാണ്. ഇവിടെ ഒരുപാട് തലമുറകളുടെ നീളം പറയാൻ നമുക്കില്ല. പക്ഷേ ഇവിടെ ചിലർക്കെങ്കിലും ഉണ്ട്. എന്ത്? പിതാക്കന്മാരെ നടത്തിയ ആ ദൈവം, പിതാക്കന്മാരെ പരിപാലിച്ചവനായ ദൈവത്തിന്റെ അനുഗ്രഹങ്ങൾ ഇവിടെ ഇരിക്കുന്ന മക്കൾക്ക് അത് മനസ്സിലാക്കുവാനായിട്ട് കഴിയണം. അത് കഴിയണം. എന്താണ്? പിതാക്കന്മാരോട് കൂടെ നടന്ന് അവരെ വ്യത്യസ്തമായ നിലകളിൽ വഴി നടത്തിയ, അവരെ അനുഗ്രഹിച്ചവനായ ഒരു ദൈവമുണ്ട്. ഇവിടെ യോശുവ ഓർമ്മപ്പെടുത്തുകയാണ്, ഈ നിലയിലായിരുന്നു ദൈവം നിങ്ങളെ കഴിഞ്ഞ നാളുകളിലൊക്കെ നടത്തിയത്. അതിന്റെ 13-ാം വാക്യം, നിങ്ങൾ പ്രയത്നം ചെയ്യാത്ത ദേശവും നിങ്ങൾ പണിയാത്ത പട്ടണങ്ങളും ഞാൻ നിങ്ങൾക്ക് തന്നു, നിങ്ങൾ അവയിൽ പാർക്കുന്നു. നിങ്ങൾ നട്ടിട്ടില്ലാത്ത മുന്തിരിത്തോട്ടങ്ങളും ഒലിവ് തോട്ടങ്ങളും നിങ്ങൾക്ക് അനുഭവമായിരിക്കുന്നു. ഇന്ന് നിങ്ങൾ ഈ നന്മകളൊക്കെ ദൈവത്തിൽ നിന്നും പ്രാപിച്ചത് നിങ്ങൾ അനുഭവിക്കുകയാണ്. അവിടെ ദൈവം പറയുന്നത് ഞാൻ നിങ്ങൾക്ക് തന്നു എന്നാണ്. അല്ലാതെ അവർ സ്വന്തമായി നിങ്ങൾ അധ്വാനിച്ചുണ്ടാക്കി നിങ്ങൾ വെട്ടിപ്പിടിച്ചു എന്നൊന്നുമല്ല. ഞാൻ നിങ്ങൾക്ക് തന്നതാണത്. എന്തിനാ യോശുവ ആ കാര്യം ഇസ്രായേൽ ജനത്തെ ഓർമ്മപ്പെടുത്തുന്നത്? ഇങ്ങനെയാണ് അനുഗ്രഹിക്കുന്നവനായ ദൈവത്തിന്റെ അനുഗ്രഹങ്ങൾ. അടുത്ത വാക്കാണ് 14-ാം വാക്യത്തിൽ നമ്മൾ വായിച്ചത്, ആകയാൽ നിങ്ങൾ എന്ത് ചെയ്യണം? ഈ യഹോവയെ ഭയപ്പെട്ട് അവന്റെ വഴികളിൽ നിങ്ങൾ നടക്കണം. ഇങ്ങനെ നിങ്ങളെ കൊണ്ടുവന്ന ഒരു ദൈവമുണ്ട്. മിസ്രയീമിൽ നിന്ന് കൊണ്ടുവന്ന ദൈവം. നദിക്കക്കരെ എന്ന് പറഞ്ഞാൽ അബ്രഹാമിന്റെ പിതാവായിരുന്ന തേരഹ് ഒരു വിഗ്രഹാരാധനക്കാരനായിരുന്നു. അതിന്റെ നടുവിൽ നിന്ന് കൊണ്ടുവന്ന കാര്യമാണ് അവിടെ വായിക്കുന്നത്. നദിക്കക്കരെ നിന്ന് അബ്രഹാമിനെ കൊണ്ടുവന്നു. പിന്നത്തേതിൽ ഇസ്രയേലിനെ മിസ്രയീമിൽ നിന്ന് കൊണ്ടുവന്നു. മരുഭൂമിയിൽ കൂടെയുള്ള നീണ്ട 40 വർഷക്കാലം അവരെ നടത്തിയ വിധങ്ങൾ, യോർദാൻ ഇക്കരെ കൊണ്ടുവന്ന് കനാൻ ദേശം അവർക്ക് വീതമായിട്ട് നൽകി. അവിടെ അവർ എല്ലാവിധമായ നന്മകളും അനുഭവങ്ങളും അനുഗ്രഹങ്ങളും പ്രാപിച്ച് ജീവിക്കുമ്പോൾ തന്നെയാണ് ദൈവം യോശുവ മുഖാന്തരം പറയുന്നത്. എന്താ പറയുന്നത്? നിങ്ങൾ അവന്റെ വഴികളിൽ നടക്കണം, നിങ്ങൾ അവന്റെ വചനം പ്രമാണിക്കണം. അത് പറയുമ്പോൾ എന്നിട്ട് അതിന്റെ താഴെ യോശുവ തന്നെ പറയുന്ന ഒരു കാര്യമുണ്ട്. അതിന്റെ 15-ാമത്തെ വാക്യത്തിൽ നിങ്ങൾക്ക് ഈ ദൈവം നന്നല്ലെന്ന് തോന്നുന്നെങ്കിൽ നിങ്ങൾക്ക് എന്തു ചെയ്യാം?
നിങ്ങൾക്ക് വേണമെങ്കിൽ അമോന്യരുടെ എന്ന് പറഞ്ഞാൽ ഈ പിതാക്കന്മാർ സേവിച്ച, ഏത് സേവിച്ച? നദിക്കക്കരെ പിതാക്കന്മാർ സേവിച്ചതായ ആ പിതാക്കന്മാർ എന്ന് പറയുന്നത് അനുഗ്രഹം അനുഭവിച്ച പിതാക്കന്മാരെ കുറിച്ചല്ല. അബ്രഹാമിനെ കുറിച്ചോ ഇസഹാക്കിനെ കുറിച്ചോ യാക്കോബിനെ കുറിച്ചോ മോശയെ കുറിച്ചോ അല്ല ആ പിതാക്കന്മാർ എന്ന് പറയുന്നത്. നമ്മുടെ കർത്താവ് തന്നെ അനുഗമിച്ച യഹൂദന്മാരോട് പറഞ്ഞതുപോലെയാണ്, നിങ്ങൾ പിശാച് എന്ന പിതാവിന്റെ മക്കൾ എന്ന് പറയുന്നത് പോലുള്ള ഒരു പരാമർശമാണത്. നിങ്ങളുടെ പിതാക്കന്മാർ അന്ന് തിരഞ്ഞെടുത്തതായ ആ നദി, അങ്ങനെയാണല്ലോ വായിക്കുന്നത് 15-ാം വാക്യത്തിൽ, നദിക്കക്കരെ വെച്ച് നിങ്ങളുടെ പിതാക്കന്മാർ സേവിച്ച ദേവന്മാരെയോ നിങ്ങൾ പാർത്തു വരുന്ന ദേശത്തിലെ അമോന്യരുടെ ദേവന്മാരെയോ. അപ്പോൾ ഈ കനാൻ ദേശത്ത് അവർക്ക് ആരുണ്ട്? അവിടെയും ദേവന്മാര് ഉണ്ട്. അപ്പോൾ ഏത് ദേവന്മാരെ സേവിക്കണമെന്ന് നിങ്ങൾ തിരഞ്ഞെടുത്തുകൊള്ളുക, നിങ്ങൾക്ക് സ്വാതന്ത്ര്യമുണ്ട്. പക്ഷെ ഒന്നോർക്കണം, നിങ്ങളെ അനുഗ്രഹിച്ച, നിങ്ങളെ ഇന്ന് വരെ നന്മകൾ തന്ന് കൊണ്ടുവന്ന ഒരു ദൈവമുണ്ട് എന്ന കാര്യം നിങ്ങൾ മറക്കരുത്. ഇന്നത്തെ തലമുറയ്ക്ക് സംഭവിച്ചിരിക്കുന്ന പരാജയം എന്താണ്? ഒത്തിരി പിതാക്കന്മാരായിരിക്കുന്ന ആളുകൾ കഷ്ടത അനുഭവിച്ച്, ദാരിദ്ര്യം അനുഭവിച്ച്, ഒരുപാട് നിന്ദകൾ അനുഭവിച്ച് ഈ വലിയവനായ ദൈവത്തെ സേവിക്കുവാൻ അവരും അവരുടെ കുടുംബങ്ങളും തയ്യാറായി. അതിന് സ്വർഗത്തിലെ ദൈവം മാനിച്ചു. ഇന്ന് അനുഗ്രഹങ്ങളുടെ കൂമ്പാരമായി മക്കൾ അധ്വാനിച്ചുണ്ടാക്കിയ കെട്ടിടങ്ങളിലാണോ ഇന്നത്തെ മക്കളൊക്കെ പാർക്കുന്നത്? ആണോ? അനേകായിരങ്ങൾ അവരുടെ മാതാപിതാക്കന്മാർക്ക് ദൈവം നൽകിയ അനുഗ്രഹം അനുഭവിക്കുന്ന മക്കളാണ് ഇന്നത്തെ തലമുറ. എന്നാൽ മക്കളായപ്പോൾ അവർക്ക് എന്ത് വേണ്ട? ഈ ദൈവത്തെ വേണ്ട, ഈ ദൈവത്തിന്റെ കൽപ്പനകളെ അവർക്ക് വേണ്ട, ഈ ദൈവത്തിന്റെ പ്രമാണങ്ങളെ അവർക്ക് വേണ്ട. അവർ ദൈവ വഴികളെ വിടുകയാണ്. പിതാക്കന്മാരെ അനുഗ്രഹിച്ച ദൈവത്തിൽ അവർക്ക് ആശ്രയമില്ല. അവർ അവരുടേതായിരിക്കുന്ന വഴികൾ കണ്ടെത്തുകയാണ്. ആ വഴി ഏതാണ്? നദിക്കക്കരെ വെച്ചുണ്ടായ ദേവന്മാരുടെ വഴികൾ അല്ല, വന്ന് പാർക്കുന്ന ജാതികളുടെ ദേവന്മാരുടെ വഴികൾ. അത് തെരഞ്ഞെടുക്കുകയാണ്. ഇന്ന് നമ്മോടുള്ള ബന്ധത്തിൽ പറഞ്ഞാൽ, ലോകം, ജഡം, പിശാച് ഇവയാൽ വശീകരിക്കപ്പെട്ട ദൈവത്തിന്റെ മക്കൾ എന്ന് പേരെടുത്തവർ ഇന്ന് പോകുന്ന കാഴ്ചയാണ് കാണുന്നത്. ഏതവസരത്തിലും ഏത് സാഹചര്യത്തിലും എന്റെ പിതാക്കന്മാരെ അനുഗ്രഹിച്ച ഒരു ദൈവമുണ്ട് എന്ന് വിശ്വസിച്ച് മുന്നോട്ട് പോകുവാൻ ഇന്നത്തെ തലമുറകൾക്ക് കഴിയുന്നില്ല. അത് വലിയ പാപമാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. എന്നിട്ട് അവിടെ യോശുവ പറയുന്ന ഒരു വാക്കുണ്ട്, ഞാനും എന്റെ കുടുംബവുമോ ഞങ്ങൾ യഹോവയെ സേവിക്കും. എന്താ അതിന്റെ കാരണം? എന്താണ് അതിന്റെ കാരണം? യോശുവാക്ക് ഈ ജനത്തിന് കിട്ടിയതിനേക്കാൾ കൂടുതൽ ഒന്നും കിട്ടിയിട്ടില്ല. ഈ ജനത്തിന് കിട്ടിയ അതേ നന്മയാണ് യോശുവാക്കും കിട്ടിയിട്ടുള്ളൂ. താൻ അവർക്ക് നേതൃത്വം നൽകി എന്നുള്ളത് ശരിയാണ്. പക്ഷേ അവർക്ക് കിട്ടിയ നന്മ മറ്റുള്ളവരുടേതിനേക്കാൾ കൂടുതലൊന്നും ആയിരുന്നില്ല. എന്നാൽ അവർ പറയുന്നത് എന്താണ്? ഈ ദൈവത്തെ ഞങ്ങൾ എന്ത് ചെയ്യും? ഞങ്ങൾ സേവിക്കും എന്ന് അവർ പറയുകയാണ്. അപ്പോൾ വീണ്ടും അതിന്റെ 16-ാമത്തെ വാക്യത്തിൽ അത് കേട്ടപ്പോൾ ആ ജനം പറയുന്ന ഒരു ഉത്തരമുണ്ട്, യഹോവയെ ഉപേക്ഷിച്ച് അന്യ ദൈവങ്ങളെ സേവിപ്പാൻ ഞങ്ങൾക്ക് സംഗതി വരരുതേ. അതൊരു പ്രാർത്ഥനയാണ് അവരുടെ. അതൊരു വലിയ സമർപ്പണമായിരുന്നു അവരുടെ. ദൈവത്തിന്റെ ആത്മാവ്, ദൈവം അവരെ നടത്തിയ അനുഗ്രഹങ്ങളെ കുറിച്ചുള്ളതായ ഓർമ്മപ്പെടുത്തൽ അവരുടെ ജീവിതത്തിൽ എന്തിനു കാരണമായി? ഒരു സമർപ്പണത്തിന് കാരണമായി. അവർ ഒരുമിച്ച് പറഞ്ഞ ഒരു വാക്കുണ്ട്. എന്താണ് ആ വാക്ക്? ഈ യഹോവയെ ഉപേക്ഷിക്കുവാൻ ഞങ്ങൾക്ക് ഇടവരരുതേ, ഞങ്ങൾക്ക് അതിന് സംഗതി വരരുതേ. ദൈവമക്കളെ, ഇത് നമ്മുടെ ഹൃദയത്തിന്റെ ആഗ്രഹങ്ങളും നമ്മുടെ പ്രാർത്ഥനയും ഇതായിരിക്കട്ടെ. ജീവിതത്തിന്റെ ഏത് സാഹചര്യങ്ങളിലൂടെ നമ്മൾ വരും കാലങ്ങളിൽ മുന്നോട്ട് പോയാലും നാം ഹൃദയത്തിൽ എടുക്കേണ്ട ഒരു തീരുമാനം എന്താണ്? ദൈവമേ, അങ്ങയെ ഉപേക്ഷിക്കുവാൻ സംഗതി വരരുതേ. ഇന്ന് കഷ്ടത അനുഭവിക്കുന്നതായ ദൈവജനത്തിന് വേണ്ടിയുള്ള പ്രാർത്ഥനയും ഇത് തന്നെയായിരിക്കട്ടെ.
എന്താ നമ്മളും പ്രാർത്ഥിക്കേണ്ടത്? അവരുടെ കഷ്ടതയുടെ മധ്യത്തിൽ ഈ ദൈവത്തെ ഉപേക്ഷിക്കുവാൻ അവർക്ക് സംഗതി വരരുതേ. അതിനേക്കാൾ മാരകമായിട്ടുള്ളത് എത്രയോ ഹീനമാണ്. അത് എത്രയോ ഭയാനകമായിരിക്കുന്ന ഒന്നാണ്. കഴിഞ്ഞ ദിവസം ഹരിയാനയിൽ സംഭവിച്ച ഒരു വീഡിയോ ഒരുപക്ഷെ നമ്മൾ കണ്ടു കാണും. ഒരു പാസ്റ്റർ എന്ന് പറയുന്ന വ്യക്തിയാണെന്ന് സൂചിപ്പിക്കുന്നു. അദ്ദേഹം തന്റെ സഭയിലുണ്ടായിരുന്ന വിശ്വാസികളുടെ ഒക്കെയാണോ എന്ന് അറിഞ്ഞുകൂടാ, ഒരു കൂട്ടം ബൈബിളും പാട്ടുപുസ്തകങ്ങളും എല്ലാം കൊണ്ടുവന്ന് ഇദ്ദേഹം തന്നെ പെട്രോൾ ഒഴിച്ച് അതിലേക്ക് ആദ്യമായിട്ട് തീ കൊടുക്കുന്ന ഒരു ചിത്രം. സത്യമാണോ അല്ലയോ എന്നൊന്നും നമുക്ക് അറിഞ്ഞുകൂടാ. അത് സത്യമാണെങ്കിൽ എത്രയോ ഭയാനകമാണല്ലേ, അതെത്രയോ വിഷമിപ്പിക്കുന്നതായിരിക്കുന്ന ഒന്നാണ്. ഒരു വൃദ്ധനായ ഒരു വ്യക്തിയാണത്. ഈ കഴിഞ്ഞ കാലങ്ങളിലൊക്കെ സേവിച്ചവനായി ദൈവത്തെ എന്ത് ചെയ്തു? അത് സത്യമാണെങ്കിൽ താൻ ആ ദൈവത്തെ തള്ളിക്കളഞ്ഞു. നാളിതുവരെ നടത്തിയവനായ ആ ദൈവത്തിന്റെ മുൻപിൽ മരിക്കേണ്ടി വന്നാലും നിൽക്കുമെന്ന് പറയുവാൻ ആ പ്രിയപ്പെട്ടവന് കഴിഞ്ഞില്ല. നാളെ ഒരുപക്ഷെ ഇങ്ങനെയുള്ള ഒരു ചോദ്യത്തിന്റെ മുൻപിൽ ഞാനും നിങ്ങളും നിൽക്കേണ്ടി വന്നാൽ എന്തായിരിക്കും നമ്മുടെയും അവസ്ഥ? നമ്മുടെയും അവസ്ഥ എന്തായിരിക്കും? ഈ കർത്താവിനെ തള്ളിപ്പറയുവാനുള്ള ഒരു സാഹചര്യം നമ്മുടെ മുൻപിൽ വന്നാൽ നമ്മുടെ തീരുമാനം എന്തായിരിക്കും? ഇവിടെ ഇസ്രായേൽ മക്കൾ പറയുകയാണ്, ഈ യഹോവയെ ഉപേക്ഷിക്കുവാൻ ഞങ്ങൾക്ക് സംഗതി വരരുതേ എന്ന് അവർ പ്രാർത്ഥിക്കുന്നു. അതിന്റെ കാരണം അതിന്റെ 17-ാമത്തെ വാക്യം വായിക്കുമ്പോൾ അവർ പറയുന്നുണ്ട്, ഞങ്ങളെ രക്ഷിക്കുകയും ചെയ്തവൻ ഞങ്ങളുടെ ദൈവമായ യഹോവ തന്നെയല്ലോ. ആ ജനത്തിന് ആ ബോധ്യമുണ്ടായി. അവിടെ മുകളിൽ പല കാര്യങ്ങൾ പറയുന്നുണ്ട്. എന്നിട്ട് പറയുകയാണ്, ഞങ്ങളെ രക്ഷിച്ചത് ഞങ്ങളുടെ യഹോവ തന്നെയല്ലോ. അതുകൊണ്ട് ആ ദൈവത്തെ ഉപേക്ഷിക്കുവാൻ ഞങ്ങൾക്ക് സംഗതി വരരുതേ. അതുകൊണ്ട് 18-ാം വാക്യത്തിൽ അവർ പറയുന്ന വാക്കെന്താണ്? ഞങ്ങളും യഹോവയെ സേവിക്കും, അവനല്ലോ ഞങ്ങളുടെ ദൈവം. അതിന്റെ 22-ാമത്തെ വാക്യത്തിലും നാം വായിക്കുന്നു. അതിന്റെ 21-ാം വാക്യത്തിൽ ജനം യോശുവയോട്, അല്ല, ഞങ്ങൾ യഹോവയെ തന്നെ സേവിക്കും എന്ന് പറഞ്ഞു. അവരുടെ ഹൃദയത്തിൽ അവർ ആദ്യം ഒരു പ്രാർത്ഥനയാണ് പ്രാർത്ഥിച്ചത്. എന്തായിരുന്നു ആ പ്രാർത്ഥന? ഈ ദൈവത്തെ ഉപേക്ഷിക്കുവാൻ ഒരിക്കലും സംഗതി വരരുതേ. എന്നിട്ട് അവർ ആ ജനം ഒരുമിച്ച് യോശുവയുടെ മുമ്പിൽ പ്രതിജ്ഞ ചെയ്യുകയാണ്, ഞങ്ങളും യഹോവയെ സേവിക്കും. അതിന്റെ മുമ്പിലും ആകയാൽ എന്ന ഒരു വാക്കുണ്ട്. ആകയാൽ ഞങ്ങളും ഈ യഹോവയെ സേവിക്കും. കാരണം എന്താണ്? ആ ദൈവമാണ് ഞങ്ങളെ രക്ഷിച്ച ദൈവം എന്ന് അവര് പറയുകയാണ്. അതിന്റെ 22, 23 വാക്യങ്ങളിലേക്ക് നമ്മൾ വരുമ്പോൾ അവിടെ വായിക്കുന്ന ഒരു വാക്കുണ്ട്, നിങ്ങളുടെ തീരുമാനം അത് വ്യക്തമാണ് എന്ന് വരികിൽ 23-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നു, ഇപ്പോൾ നിങ്ങളുടെ ഇടയിലുള്ള അന്യ ദൈവങ്ങളെ നീക്കിക്കളഞ്ഞ് ഇസ്രായേലിന്റെ ദൈവമായ യഹോവയിലേക്ക് നിങ്ങളുടെ ഹൃദയം ചായിപ്പീൻ എന്ന് പറഞ്ഞു. അപ്പോൾ ഈ ജനത്തെ യോശുവ നോക്കുമ്പോൾ അവർ വാസ്തവത്തിൽ എങ്ങനെയുണ്ട് ഇപ്പോൾ അവരുടെ ജീവിതം? അവരുടെ ഇടയിൽ ആരുണ്ട്? അന്യ ദൈവങ്ങൾ അവർക്കുണ്ട്. അവർ പലതിനെയും സേവിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് യോശുവ അവരോട് പറയുകയാണ്, നിങ്ങളുടെ തീരുമാനം വാസ്തവമാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? അന്യ ദൈവങ്ങളെ നീക്കിക്കളയണം. എന്നിട്ട് യഹോവയിലേക്ക് നിങ്ങളുടെ ഹൃദയത്തെ നിങ്ങൾ ചായിക്കണം. ഇന്ന് നമുക്കറിയാം, ഞാനിത് ഇങ്ങനെ ഓർത്തുകൊണ്ടിരുന്നപ്പോൾ ഇന്നത്തെ ഈ സമുദായക്കാരുടെ അന്ധത വളരെ വലുതാണ്. കാരണം ഈ പറയുന്നത് പോലെ അനേകരും ഇന്ന് കരുതുന്നത്, കുറെ അഹങ്കാരികളായവർ എന്തെങ്കിലുമൊക്കെ പറയുമായിരിക്കും, പക്ഷേ വളരെ ആളുകൾ പറയുന്നത് ഞങ്ങൾക്ക് ഈ നന്മ ലഭിച്ചതെല്ലാം ദൈവം തന്നതാണെന്നാണ്. പക്ഷെ അതെല്ലാം അനുഭവിക്കുമ്പോൾ തന്നെ അവർ ചെയ്യുന്ന പാപങ്ങൾ എന്താണ്?
അങ്ങനെയെങ്കിൽ ദൈവം മാത്രമായിരിക്കണ്ടേ അവരുടെ രക്ഷിതാവായിട്ടിരിക്കേണ്ടത്? അവർ പിന്നത്തേതിൽ ഈ നന്മകൾ ദൈവം തന്നതാണ് എന്ന് പറയുമ്പോൾ തന്നെ അവർ മറിയത്തിന്റെ ശിഷ്യന്മാരും അതുപോലെ തന്നെ പുണ്യവാളന്മാരുടെ സേവകരും അനേക വിഗ്രഹങ്ങളുടെ സേവകരുമായിട്ട് അവർ മാറിക്കഴിഞ്ഞു. അപ്പൊ ദൈവം നോക്കുമ്പോൾ നന്മകളൊക്കെ അനുഭവിക്കുന്നവരാണ്, ദൈവത്തോട് പ്രാർത്ഥിക്കുന്നവരാണ്, പലതും ചെയ്യുന്നവരാണ്. പക്ഷേ അവരുടെ ഹൃദയം ദൈവത്തെങ്കിലേക്ക് ചാഞ്ഞിട്ടില്ല. അത് വളരെ അപകടകരമായ അനുഭവമാണ്. അത് ജാതികളോടുള്ള ബന്ധത്തിൽ നാം സൂക്ഷ്മമായിട്ട് നോക്കിയാൽ അത് കാണുവാൻ കഴിയുന്ന കാര്യമാണ്. ദൈവമക്കളായ നമ്മോടുള്ള ബന്ധത്തിലും നമ്മളും ഒന്ന് ചിന്തിക്കണം. ദൈവം ധാരാളം അനുഗ്രഹങ്ങൾ നമുക്ക് തന്നു എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ ഹൃദയം അന്യ ദൈവങ്ങളിലേക്ക് തിരിയുന്നുണ്ടോ എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ വഴികൾ വിട്ടുള്ളതായിരിക്കുന്ന ഒരു ജീവിതത്തിന് നമ്മുടെ ഹൃദയം മാറുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ പരിശോധിക്കേണ്ടത് വളരെ ആവശ്യമാണ്. യോശുവ ജനത്തോട് പറയുകയാണ്, ഈ ദൈവത്തെ നിങ്ങൾ തിരഞ്ഞെടുത്തിരിക്കുന്നു എങ്കിൽ നിങ്ങളുടെ ഹൃദയത്തെ നിങ്ങൾ ചായിക്കണം. 24, 25 വാക്യങ്ങളിലേക്ക് വരുമ്പോൾ അവർ വീണ്ടും ആവർത്തിച്ചു പറയുന്നുണ്ട്, ഞങ്ങളുടെ ദൈവമായ യഹോവയെ ഞങ്ങൾ സേവിക്കും, അവന്റെ വാക്ക് ഞങ്ങൾ അനുസരിക്കും എന്ന് പറഞ്ഞു. അങ്ങനെ യോശുവ അന്ന് ജനവുമായി ഒരു നിയമം ചെയ്തു. അപ്പോൾ യോശുവയുടെ ആ ഓർമ്മപ്പെടുത്തൽ നിമിത്തം എന്തുണ്ടായി? ഒരു വലിയ നന്മ അവിടെ ഉണ്ടായി, ഇല്ലേ? ആ ഓർമ്മപ്പെടുത്തലിന്, അല്ലെങ്കിൽ ഇന്നത്തെ ഭാഷയിൽ നമ്മൾ പറഞ്ഞാൽ ആ ബൈബിൾ ക്ലാസ്സിന്, അല്ലെങ്കിൽ ആ പ്രബോധനത്തിന് ഒരു റിസൾട്ട് ഉണ്ടായി. എന്താ റിസൾട്ട് ഉണ്ടായത്? അന്ന് ജനം ഒരു ഉടമ്പടി ചെയ്തു, ഇനി ഞങ്ങൾ ആരെയെ സേവിക്കുകയുള്ളൂ? ഈ ദൈവത്തെ മാത്രമേ സേവിക്കുകയുള്ളൂ. അവരുടെ ഹൃദയം ദൈവത്തിങ്കിലേക്ക് ചാഞ്ഞു. അവരുടെ ഇടയിലുണ്ടായിരുന്ന അന്യദേവന്മാരെ എല്ലാം നീക്കിക്കളഞ്ഞു. അതിന്റെ തെളിവായിട്ട് അതിന്റെ 31-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ നാം വായിക്കുന്നത്, യോശുവയുടെ കാലത്തൊക്കെയും യോശുവ കഴിഞ്ഞിട്ട് ജീവിച്ചിരുന്നവരായി യഹോവ ഇസ്രായേലിന് വേണ്ടി ചെയ്തിട്ടുള്ള സകല പ്രവൃത്തികളും അറിഞ്ഞവരായ മൂപ്പന്മാരുടെ കാലത്തൊക്കെയും ഇസ്രായേൽ യഹോവയെ സേവിച്ചു. അപ്പോൾ ആ ക്ലാസ്സിന് നന്മയുണ്ടായി. നാം എടുക്കുന്ന ഈ ക്ലാസ്സിന് നമ്മിലും നന്മയുണ്ടാകണം. നാമും തീരുമാനങ്ങൾ എടുക്കണം. എന്താണ്? ദൈവത്തിന്റെ അനുഗ്രഹങ്ങൾ പ്രാപിച്ചവരായ നമ്മൾ അവന്റെ കൽപ്പനകളെ അനുസരിക്കുവാൻ ബാധ്യതയുള്ളവരാണ് എന്നുള്ളത് നാം ഓർക്കണം. ആവർത്തന പുസ്തകം 10-ാം അധ്യായത്തിന്റെ ഒരു വാക്യം കൂടെ വായിച്ച പോയിന്റ് ഞാൻ വിടാം. ആവർത്തന പുസ്തകം 10-ാം അധ്യായത്തിന്റെ 12, 13 വാക്യങ്ങളിൽ അതിന്റെ 13-ാമത്തെ വാക്യം മാത്രം ഞാൻ വായിക്കാം. ഞാൻ ഇന്ന് നിന്നോട് ആജ്ഞാപിക്കുന്ന യഹോവയുടെ കൽപ്പനകളും ചട്ടങ്ങളും നിന്റെ നന്മയ്ക്കായി പ്രമാണിക്കുകയും വേണം എന്നല്ലാതെ നിന്റെ ദൈവമായ യഹോവ നിന്നോട് ചോദിക്കുന്നത് എന്താണ്? അതിനപ്പുറം ദൈവം എന്താ നമ്മോട് ആവശ്യപ്പെടുന്നത്? ദൈവം വേറെ ഒന്നും നമ്മോട് ചോദിക്കുന്നില്ല. അതിന്റെ താഴെ വാക്യമുണ്ട്, സ്വർഗവും സ്വർഗാദി സ്വർഗവും ഭൂമിയും അതിലുള്ളതൊക്കെയും നിന്റെ ദൈവമായ യഹോവയ്ക്കുള്ളതാണ്. എല്ലാം ദൈവത്തിനുള്ളതാ. പിന്നെ നീ എന്താ ദൈവത്തിന് കൊടുക്കേണ്ടത്? ദൈവം ഒറ്റ കാര്യം മാത്രമേ ആവശ്യപ്പെടുന്നുള്ളൂ. അനുഗ്രഹങ്ങൾ അനുഭവിച്ച ദൈവത്തിന്റെ ജനമേ, അവന്റെ വചനങ്ങൾ പ്രമാണിക്കുക. ദൈവം പറയുന്ന കാര്യം കഴിഞ്ഞ ക്ലാസ്സുകളിൽ കണ്ടതായ കാര്യമാണ്. അവന്റെ കൽപ്പനകളൊന്നും പ്രയാസമുള്ളതല്ല എന്നാണ് മോശെ മുഖാന്തരം ദൈവം പറഞ്ഞത്. പ്രയാസങ്ങളില്ലാത്തതായ, ഭാരമില്ലാത്തതായ അവന്റെ കൽപ്പനകളെ പ്രമാണിച്ച് അവന്റെ അനുഗ്രഹം അനുഭവിച്ചതായ ദൈവജനമായ നാം മുൻപോട്ട് പോകുക. അതാണ് ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്ന കാര്യം എന്ന് പറയുന്നത്. അപ്പോൾ ദൈവകൽപ്പനകളെ എന്തുകൊണ്ട് നാം അനുസരിക്കണമെന്ന് ചോദിച്ചാൽ, രണ്ടാമത് നാം ചിന്തിച്ചതായ കാര്യം ഇതാണ്: അവന്റെ അനുഗ്രഹങ്ങൾ അനുഭവിച്ചവരായതുകൊണ്ട് നിശ്ചയമായിട്ടും
അവന്റെ കൽപ്പനകളെ നമ്മൾ പ്രമാണിക്കണം. മൂന്നാമത് ഒരു കാര്യം കൂടെ ആ വിഷയത്തോടുള്ള ബന്ധത്തിൽ തന്നെ പറയാം. യോശുവയുടെ പുസ്തകം തന്നെ 21-ാം അധ്യായത്തിന്റെ 43-45 വാക്യങ്ങൾ, 21-ന്റെ ഒടുവിലത്തെ 3 വാക്യങ്ങൾ. അവിടെ ഞാൻ ഇങ്ങനെ വായിക്കാം. യഹോവ ഇസ്രായേലിന് താൻ അവരുടെ പിതാക്കന്മാർക്ക് കൊടുക്കുമെന്ന് സത്യം ചെയ്ത ദേശമെല്ലാം കൊടുത്തു. അവർ അത് കൈവശമാക്കി അവിടെ കുടിപ്പാർത്തു. യഹോവ അവരുടെ പിതാക്കന്മാരോട് സത്യം ചെയ്തതുപോലെ ഒക്കെയും ചുറ്റും അവർക്ക് സ്വസ്ഥത നൽകി. ശത്രുക്കളിൽ ഒരുത്തനും അവരുടെ മുമ്പിൽ നിന്നിട്ടില്ല. യഹോവ സകല ശത്രുക്കളെയും അവരുടെ കയ്യിൽ ഏൽപ്പിച്ചു. യഹോവ ഇസ്രായേൽ ഗൃഹത്തോട് അരുളി ചെയ്ത വാഗ്ദാനങ്ങളിൽ ഒന്നും വൃഥാവാകാതെ സകലവും നിവൃത്തിയായി. ഞാനിങ്ങനെ പറയാം, വാഗ്ദത്തങ്ങളെ പ്രാപിച്ചവർ ഈ ദൈവകൽപ്പനകളെ പ്രമാണിക്കണം. ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾ പ്രാപിച്ചവർ. ഇവിടെ 2-3 വാക്കുകൾ നിങ്ങൾ വായിച്ചപ്പോൾ ശ്രദ്ധിച്ചു കാണും എന്ന് ഞാൻ വിചാരിക്കുകയാണ്. സത്യം ചെയ്ത ദേശം, സത്യം ചെയ്തതുപോലെ ഒക്കെയും വാഗ്ദാനങ്ങളിൽ ഒന്നുപോലും വൃഥാവാകാതെ സകലവും നിവർത്തിച്ചവനാണ് ദൈവം, അല്ലെ? ആ ഇസ്രായേൽ മക്കളോടുള്ള ബന്ധത്തിൽ ദൈവം കൊടുത്തതായ വാഗ്ദാനങ്ങളിൽ വള്ളിക്കെങ്കിലുമോ പുള്ളിക്കെങ്കിലുമോ സ്വർഗത്തിലെ ദൈവം മാറിയില്ല, മാറിയിട്ടില്ല, ഇന്നും മാറുകയില്ല, ഒരിക്കലും അവൻ മാറുകയില്ല. അപ്പോൾ ഇങ്ങനെ ഒരു ദൈവമുള്ളപ്പോൾ എന്റെ മനസ്സിൽ വന്നതായ ചിന്ത ഇതാണ്: വാഗ്ദത്തങ്ങളിലെല്ലാം വിശ്വസ്തനായ ഒരു ദൈവമെന്ന് നാം അവനെ കുറിച്ച് പഠിക്കുകയും മനസ്സിലാക്കുകയും പ്രാർത്ഥനാ വാക്കുകളിൽ ഓർക്കുകയും ചെയ്യുമ്പോൾ ഈ ദൈവത്തിന്റെ വാഗ്ദാനങ്ങളിൽ അല്ലാതെ അഭയം പ്രാപിക്കുവാൻ നമുക്ക് വേറെ ഏതാണുള്ളത്? അവന്റെ വാഗ്ദത്തങ്ങൾക്ക് വേണ്ടി മാത്രമേ നാം കാത്തിരിക്കാവൂ. അവൻ വാഗ്ദത്തം ചെയ്തത് നിവർത്തിക്കുമെന്ന് തിരുവചനത്തിലൂടെ അറിഞ്ഞനുഭവിച്ചവരാണ് നമ്മൾ. അതുകൊണ്ട് അവൻ വാഗ്ദത്തം ചെയ്തിട്ടുള്ളത് എനിക്ക് മതി എന്ന് തീരുമാനിക്കുന്നവരാകണം ദൈവത്തിന്റെ മക്കൾ. അല്ലെങ്കിൽ പിന്നെ നമ്മൾ ഈ പറയുന്നത്, ഈ ദൈവം വാഗ്ദത്തങ്ങളിൽ വിശ്വസ്തനാണെന്ന് പറയുന്നത് വ്യർത്ഥമാണ് എന്ന് നമ്മൾ ചിന്തിക്കേണ്ടതായിട്ട് വരും. നമുക്ക് അവനിൽ വിശ്വാസമില്ലെന്ന് പറയേണ്ടതായിട്ട് വരും. എന്നാൽ ഈ ദൈവത്തിൽ നാം വിശ്വസിക്കുന്നെങ്കിൽ, അവൻ വാഗ്ദത്തങ്ങളിൽ വിശ്വസ്തനാണ് എന്ന് നാം പറയുന്നെങ്കിൽ, അങ്ങനെ നാം പാടുന്നെങ്കിൽ, അങ്ങനെ നാം പ്രാർത്ഥിക്കുന്നെങ്കിൽ, ഈ ദൈവത്തിന്റെ വഴി വിട്ടുപോകുവാൻ നമുക്കൊരിക്കലും ഇടയാകരുത്. വാഗ്ദത്തം ചെയ്തവൻ അത് നിവർത്തിക്കും, താമസിക്കുകയുമില്ല എന്ന് ദൈവത്തിന്റെ വചനമുണ്ട്. അതുകൊണ്ട് ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾ അത് നമ്മുടെ മേൽ ഉണ്ട് എന്ന് വരികിൽ ആ ദൈവത്തിന്റെ കൽപ്പനകളെ പ്രമാണിക്കുവാൻ നമുക്ക് ബാധ്യതയുണ്ട് എന്നുള്ളതാണ്. അവിടെ ആ വൃഥാവാകാതെ എന്നുള്ള നോട്ട് ഫെയിൽഡ് എന്നാണ്. അതിൽ അവൻ പരാജയപ്പെട്ടിട്ടില്ല. ദൈവം ഒരു കാര്യം വാഗ്ദത്തം ചെയ്തിട്ട് ആ വാഗ്ദത്തം ചെയ്ത കാര്യത്തിൽ അവന് പരാജയം ഇന്ന് വരെ സംഭവിച്ചിട്ടില്ല. അപ്പോൾ പിന്നെ എന്തിനാ നമ്മൾ തിടുക്കം കൂട്ടുന്നത്? ഇന്നലെ വരെ അല്ല, ഇന്നു വരെ, ഈ നിമിഷം വരെ അവൻ ചെയ്ത സകല വാഗ്ദത്തങ്ങളും അങ്ങനെ തന്നെയാണ് നിറവേറിയതെങ്കിൽ അടുത്ത നിമിഷത്തിലും അങ്ങനെ തന്നെയാണ് നിറവേറുക എന്നുള്ള പൂർണ്ണ ബോധ്യത്തോടുകൂടെ അവന്റെ വാഗ്ദത്തങ്ങളെ കാത്തിരിക്കുവാൻ. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ നമുക്കറിയാം, എബ്രായലേഖനത്തിലൊക്കെ അത് നാം പഠിക്കുന്ന വിഷയമാണ്. ദീർഘക്ഷമയോടെ സഹിക്കുവാൻ നമുക്ക് ആവശ്യമുണ്ട്. എന്തിനു വേണ്ടി? ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾ നമ്മുടേതാക്കുവാൻ, നമ്മുടെ അവകാശമാക്കി തീർക്കുവാൻ നാം അത് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇവിടെ ഈ വാഗ്ദത്തം ചെയ്തതുപോലെ ഒക്കെ നൽകി എന്ന് പറഞ്ഞാൽ ആ 1-2 വാക്കുകൾ അബ്രാഹാമിന് ദൈവം കൊടുത്ത വാഗ്ദത്തങ്ങൾ എവിടെയാണെന്ന് നോക്കാം. ഉൽപ്പത്തി പുസ്തകം 15-ാം അധ്യായത്തിന്റെ 18 മുതൽ 21 വരെയുള്ളതായ വാക്യങ്ങൾ വായിക്കുമ്പോൾ അന്ന് ദൈവം അബ്രാഹാമിനോട് പറഞ്ഞതാണ്. നേരത്തെ നമ്മൾ ചില കനാൻ ദേശത്തുണ്ടായിരുന്ന ചിലരുടെ പട്ടിക നമ്മൾ വായിച്ചു. അതേ പട്ടിക അവിടെയും നമുക്ക് കാണാം, ഉൽപ്പത്തി പുസ്തകത്തിൽ കാണാം. ഇന്ന ആളുകളൊക്കെ താമസിച്ചിരുന്ന ദേശത്തേക്ക്, ആ ദേശം ഞാൻ നിങ്ങൾക്ക് വാഗ്ദത്തം ചെയ്യുന്നു. അതുപോലെ തന്നെ ഉൽപ്പത്തി പുസ്തകം 15-ന്റെ 18 മുതൽ 21 വരെയുള്ള വാക്യങ്ങളാണ് ഞാൻ വായിച്ചത്. അതുപോലെ 17-ാം അധ്യായത്തിന്റെ ഉൽപ്പത്തി തന്നെ 17-ന്റെ 8-ാമത്തെ വാക്യത്തിൽ നാം അത് തന്നെയാണ് വായിക്കുന്നത്. അവിടെ ദൈവം പറയുന്നത് അബ്രാഹാമിനോട് ദൈവം ഒരു നിയമം ചെയ്തു എന്നാണ്.
അവിടെ നിന്നിട്ട് ഒരു വാക്ക് പറയണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. അതിന്റെ 17-ാം അധ്യായത്തിൽ, ഉൽപ്പത്തി പുസ്തകം 17-ാം അധ്യായത്തിൽ അവിടെ ദൈവം വാഗ്ദത്തങ്ങളെ നൽകുമ്പോൾ അവിടെ നാം വായിച്ചത് അതിന്റെ 8-ാമത്തെ വാക്യം, ഞാൻ നിനക്കും നിന്റെ ശേഷം നിന്റെ സന്തതിക്കും നീ പ്രവാസം ചെയ്യുന്ന ദേശമായ കനാൻ ദേശമൊക്കെയും ശാശ്വതാവകാശമായി തരും, ഞാൻ അവർക്ക് ദൈവവുമായിരിക്കും എന്നരുളി ചെയ്തിട്ട് അതിന്റെ താഴെയുള്ള വാക്യത്തിൽ, അതിന്റെ 10-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ നാം വായിക്കുന്നത് എന്താണ്? എനിക്കും നിങ്ങൾക്കും നിന്റെ ശേഷം നിന്റെ സന്തതിക്കും മധ്യേയുള്ളതും നിങ്ങൾ പ്രമാണിക്കേണ്ടതുമായ എന്റെ നിയമം ആവിത്. അവിടെ കൊടുക്കുന്ന നിയമം വേറെയാണ്, എന്താണ്, പരിച്ഛേദനയെ കുറിച്ചാണ്. എന്നാൽ നാം ഒരു കാര്യം ഓർക്കേണ്ടത്, വാഗ്ദത്തങ്ങൾ നൽകുന്നവനായ ദൈവം അതിന്റെ കൂട്ടത്തിൽ നാം പ്രമാണിക്കേണ്ടതായ നിയമങ്ങളും തരുന്നുണ്ട്. അതൊരു കരാറാണ്, അതൊരു ഉടമ്പടിയാണ്, വൺ വേ അല്ല. അത് നാം ഓർക്കണം. ദൈവം ഒരു വാഗ്ദത്തം ചെയ്യുന്നെങ്കിൽ അത് എന്റേതാക്കണമെങ്കിൽ ആ ദൈവം പറഞ്ഞ പ്രമാണം ഞാൻ എന്ത് ചെയ്യണം? ഞാൻ പാലിക്കണം. ഇത് വൺ വേ അല്ല. ഞാൻ എങ്ങനെയൊക്കെ ജീവിച്ചാലും ദൈവം വാഗ്ദത്തം ചെയ്തേക്കാലെ അത് ദൈവം അങ്ങ് നിവർത്തിച്ചു കൊള്ളും, അല്ലെങ്കിൽ തന്നുകൊള്ളും എന്ന ചിന്ത ആർക്കും വേണ്ട. അതിന്റെ അനുഗ്രഹങ്ങൾ അല്ലെങ്കിൽ വാഗ്ദത്തങ്ങൾ ലഭിക്കാതെ വരുന്ന സമയത്ത് എന്തേ ദൈവമേ എന്നോട് ഇങ്ങനെ ചെയ്തത് എന്ന് ആരും പരാതിപ്പെട്ടിട്ടും കാര്യമില്ല. വാഗ്ദത്തങ്ങൾ എന്റേതാകുന്നില്ലെങ്കിൽ അതിന്റെ കാരണക്കാരൻ ഞാനാണ്, ദൈവമല്ല. കാരണം ദൈവം വാഗ്ദത്തം ചെയ്തവൻ വിശ്വസ്തനാണ്. അവൻ വാഗ്ദത്തം ചെയ്തെങ്കിൽ വള്ളിക്കോ പുള്ളിക്കോ മാറ്റമുണ്ടാകുകയില്ല. അതങ്ങനെ തന്നെ സംഭവിക്കും. എന്നാൽ പ്രമാണിക്കേണ്ടതായ പ്രമാണം, നിയമം തന്നെ ദൈവം, നിയമങ്ങൾ നാം പാലിക്കുന്നില്ലെങ്കിൽ ആ വാഗ്ദത്തങ്ങൾ നമ്മിൽ നിറവേറ്റുവാൻ അവന് സാധ്യമല്ല എന്നുള്ളത് നാം അറിഞ്ഞിരിക്കേണ്ട ഒരു വസ്തുതയാണ്. പുറപ്പാട് പുസ്തകം 3-ാം അധ്യായത്തിന്റെ 7-8 വാക്യങ്ങളിലും നമുക്ക് അത് കാണുവാനായിട്ട് കഴിയും. മോശയോടുള്ള ബന്ധത്തിലും അവിടെ ദൈവം വാഗ്ദത്തം നൽകുന്നത് എന്താണ്? ഞാൻ ഇറങ്ങി വന്നിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് വായിക്കുന്നത് പാലും തേനും ഒഴുകുന്ന ദേശത്തേക്ക്. എന്നിട്ട് ആ ദേശക്കാരുടെ പേരുകളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അവിടേക്ക് അവരെ കൊണ്ടുപോകുവാൻ ഞാൻ ഇറങ്ങി വന്നിരിക്കുന്നു. ആ ജനത്തെയും മിസ്രയീമിൽ നിന്ന് കൊണ്ടുപോകുന്നതിന് മുൻപ് ദൈവം ഒരു നിയമം അവർക്ക് കൊടുത്തു, ഇല്ലേ? എന്തായിരുന്നു നിയമം? ഒരാടിനെ അറുക്കണം, വേണ്ടേ? ആടിനെ അറുക്കണം, അതിന്റെ രക്തം കൊണ്ട് കട്ടിളപ്പടിമേലും കുറുമ്പടിമേലും പുരട്ടണം എന്ന് പറഞ്ഞിട്ടുള്ള നിയമങ്ങൾ അവർക്ക് നൽകി. ആ നിയമങ്ങൾ പാലിച്ചവർ മാത്രമേ മിസ്രയീമിൽ നിന്ന് രക്ഷപ്പെട്ട് എവിടേക്ക് കടന്നുള്ളൂ? ഈ പറയുന്ന കനാനിലേക്ക് കടന്നുള്ളൂ. വാഗ്ദത്തമുണ്ട് എന്ന് കരുതി അന്ന് ഇസ്രായേലിന് കൊടുത്തതായ ആ വാഗ്ദത്തങ്ങൾ അന്നുണ്ടായിരുന്ന എല്ലാ ഇസ്രായേൽ മക്കൾക്കും അനുഭവമായിട്ട് തീർന്നില്ല. പിന്നെ ആർക്കാണ് അനുഭവമായിട്ട് തീർന്നത്? ആ വചനം പ്രമാണിച്ചവർക്ക്. അപ്പോൾ ആ വാഗ്ദത്തങ്ങളുണ്ട്, ഒപ്പം തന്നെ എന്തുമുണ്ട്? അതിന്റെ കൂട്ടത്തിൽ നിയമങ്ങളുമുണ്ട് എന്ന കാര്യം നാം ഓർത്തിരിക്കണം. നാം ഒരു വാക്യം അതോടുള്ള ബന്ധത്തിൽ ഒന്ന് വായിക്കാം. 1 രാജാക്കന്മാരുടെ പുസ്തകം 8-ാം അധ്യായം അതിന്റെ 54, 1 രാജാക്കന്മാർ 8-ാം അധ്യായത്തിന്റെ 54, 56 വാക്യങ്ങളിൽ വായിക്കുന്നത്, അതിന്റെ 56-ാമത്തെ വാക്യത്തിന്റെ ഒടുവിലത്തെ വാക്ക് മാത്രം ഞാൻ ഇങ്ങനെ വായിക്കാം. അവൻ തന്റെ ദാസനായ മോശ മുഖാന്തരം അരുളി ചെയ്ത അവന്റെ നല്ല വാഗ്ദാനങ്ങൾ എല്ലാറ്റിലും വെച്ച് ഒന്നെങ്കിലും നിഷ്ഫലമായിട്ടില്ലല്ലോ. അത് ശലോമോൻ പറയുന്ന വാക്കാണ്. അവൻ പറയുന്ന വാഗ്ദത്തങ്ങൾ ഒന്നും എന്ത് ചെയ്തിട്ടില്ല? നിഷ്ഫലമായി പോയിട്ടില്ല. ഇത് നമ്മൾ അംഗീകരിക്കുന്നുണ്ടോ? ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾ എല്ലാം തന്നെ ഊവ് എന്നത്രേ എന്നല്ലേ നമ്മൾ വായിക്കുന്നത്. അവന്റെ വാഗ്ദത്തങ്ങൾ എത്ര ഉണ്ടെങ്കിലും അതിലെല്ലാം ഊവ് എന്നത്രേ. ഇവിടെ നമ്മൾ വായിച്ചതുപോലെ അവന്റെ വാഗ്ദാനങ്ങൾ എല്ലാറ്റിലും വെച്ച് ഒന്നെങ്കിലും നിഷ്ഫലമായിട്ടില്ലല്ലോ. ഒന്നുപോലും നിഷ്ഫലമാക്കിയില്ല ദൈവം. അതെല്ലാം പ്രമാണിച്ച ആ കൽപ്പനകൾ പ്രമാണിക്കുന്നവർക്കാണ് നന്മയുള്ളത്. അതിന്റെ 61-ാമത്തെ വാക്യത്തിൽ അതുകൊണ്ട് ശലോമോൻ പറയുന്ന ഒരു വാക്ക് പ്രകാരമാണ്, നിങ്ങളുടെ ഹൃദയം നമ്മുടെ ദൈവമായ
യഹോവയിങ്കൽ ഏകാഗ്രമായിരിക്കട്ടെ. ദൈവം വാഗ്ദാനങ്ങളിലൊന്നും മാറിപ്പോകുന്നവനല്ല. പക്ഷെ നിങ്ങളുടെ ഹൃദയം എന്ത് ചെയ്യണം? ദൈവത്തിൽ ഏകാഗ്രമായിരിക്കണം. അതെന്തിനാ? ആ വാഗ്ദത്തങ്ങൾ നിങ്ങളുടേതാകണമെങ്കിൽ നിങ്ങൾ ദൈവത്തിൽ ഏകാഗ്രമായിരിക്കണം. അതുകൊണ്ട് അവൻ വാഗ്ദത്തം ചെയ്തതുപോലെ, യോശുവയുടെ പുസ്തകം 23-ാം അധ്യായത്തിലേക്ക് നമുക്ക് വീണ്ടും വരാം. 23-ലാണ് നാം നേരത്തെ വായിച്ചത്. അതിന്റെ 23-ന്റെ 5-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. 5-ാമത്തെ വാക്യത്തിന്റെ ഒടുവിലത്തെ ഭാഗം, നിങ്ങളുടെ ദൈവമായ യഹോവ നിങ്ങൾക്ക് വാഗ്ദാനം ചെയ്തതുപോലെ നിങ്ങൾ അവരുടെ ദേശം കൈവശമാക്കുകയും ചെയ്യും. എന്നിട്ട് 6-ാം വാക്യം, ആകയാൽ മോശയുടെ ന്യായപ്രമാണ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നതൊക്കെയും പ്രമാണിച്ച് നിങ്ങൾ നടക്കണം, അതിൽ നിന്ന് ഇടത്തോട്ടെങ്കിലും വലത്തോട്ടെങ്കിലും മാറിപ്പോകാതിരിപ്പാനും ഏറ്റവും ഉറപ്പുള്ളവരായിരിക്കും. അപ്പോൾ വാഗ്ദത്തമുണ്ട്, അവൻ വാഗ്ദത്തങ്ങളെല്ലാം നിവർത്തിക്കും. പക്ഷേ നിങ്ങൾക്കൊരു ഉത്തരവാദിത്വമുണ്ട്. എന്താണ് ഉത്തരവാദിത്വം? അവന്റെ കൽപ്പനകളെ പ്രമാണിക്കുക. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. പ്രിയമുള്ളവരെ, ആകയാൽ നാം അവന്റെ കൽപ്പനകൾ വിട്ടുമാറരുത്. ഈ ദൈവം ചെയ്തതായ നന്മകളെല്ലാം കണ്ടും കേട്ടും അറിഞ്ഞും അനുഭവിച്ചവരും, അവൻ്റെതായിരിക്കുന്ന എല്ലാ അനുഗ്രഹങ്ങൾ അനുഭവിച്ചവരും, അവന്റെ വാഗ്ദത്തങ്ങളെല്ലാം പ്രാപിച്ചവരുമായ ദൈവത്തിന്റെ മക്കളാണോ നാം എങ്കിൽ അവന്റെ കൽപ്പനകൾ നാം പ്രമാണിക്കണം. ഇതാണ് വചനത്തിന്റെ വ്യവസ്ഥ. ഈ കൽപ്പനകളാണ് ഞങ്ങൾ ലംഘിച്ചു എന്ന് ദാനിയേലും പിതാക്കന്മാര് ദൈവമുൻപാകെ കരഞ്ഞു കിടന്ന് പ്രാർത്ഥിച്ചത്. അപ്പോൾ നമുക്കും ഓർക്കാം, കർത്താവിന്റെ മുൻപാകെ നാമും ചെയ്തു പോയിരിക്കുന്നതായ ലംഘനങ്ങൾ എന്താണ്, തെറ്റുകൾ എന്താണ് എന്നുള്ളത് ഓർത്ത് ദൈവത്തോട് കരുണയ്ക്ക് വേണ്ടി യാചിക്കുവാൻ ദൈവത്തിന്റെ ആത്മാവ് ഈ രാത്രിയിലെ ഈ വചന പഠനവും മൂലം നമ്മെ സഹായിക്കുമാറാകട്ടെ. യോശുവയുടെ പ്രസംഗത്തിന്റെ റിസൾട്ട്, ആ ജനം ദൈവത്തെ മാത്രം സേവിക്കുവാൻ തീരുമാനിച്ചുവെങ്കിൽ ഇന്ന് രാത്രിയിൽ ഈ സന്ദേശം കേട്ടവരായിരിക്കുന്ന നാമും ദൈവത്തിന്റെ മുൻപാകെ, കർത്താവെ, അങ്ങയെ തള്ളി പറയുവാൻ ഞങ്ങൾക്കൊരു കാലത്തും ഇടവരരുതേ എന്നുള്ള സമർപ്പണവും പ്രാർത്ഥനയും നമുക്കും ഉണ്ടാകട്ടെ. ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ.